ഈ നിൽക്കുന്നതിൽ ക്രിയാറ്റിൻകാരാണ് നിൽക്കുന്നത്. ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾക്ക് കിഡ്നി പ്രശ്നങ്ങൾ, ക്രിയാറ്റിൻ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിച്ചിട്ട് പോവാം, അല്ലാതെ ആകാം. എന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് കൊണ്ടുവന്നത് വീൽ ചെയറിൽ നിന്നാണ് കൊണ്ടുവന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഹൈ ഹൈ. ഇപ്പോ ഞാൻ സ്വന്തമായിട്ട് തന്നെ സ്റ്റെപ്പ് കയറുന്നു. ഒരു നില കയറിയിട്ടുള്ളൂ, മൂന്നാമത്തെ നിലയിൽ നിന്ന് നാലാമത്തേട്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ വൈകുന്നേരം തിരിച്ചൊറ്റയ്ക്ക് ഇറങ്ങി പോവുകയും ചെയ്തു മൂന്നാമത്തെ നിലയിൽ. ക്രിയാറ്റിൻ എത്രയായിരുന്നു? 9.3. ക്രിയാറ്റിൻ 12. ക്രിയാറ്റിൻ 12. ക്രിയാറ്റിൻ 7.9. ക്രിയാറ്റിൻ 8. ഇപ്പൊ 2.3. ഇവിടെ വരുമ്പോ ശരീരത്തിന് എന്തായിരുന്നു അവസ്ഥ? നീരുണ്ടായിരുന്നു എവിടാ? കാലുമ. ആ നീരാ പോയിക്കണു, അതൊക്കെ പോയിക്കണു. നീരില്ല, നീരൊക്കെ പോയിക്കണ്. നിങ്ങൾക്ക് നീരുണ്ടായിരുന്ന? നീരുണ്ടായിരുന്നു, അത് കുറവുണ്ട്. കുറവുണ്ട്. എനിക്ക് നീരുണ്ടായിരുന്നു, കാലമ്മ കുറവുണ്ട്. ഒരു കാലിൽ നീരുണ്ടായിരുന്നു, കുറവുണ്ട്. നീര് മാറി. ഡയാലിസിസ് ചെയ്യുന്ന ആളല്ലേ? ഡയാലിസിസ് ചെയ്യുമ്പോഴും നീരുണ്ടായിരുന്നു അല്ലേ? ആ നീര് ഇവർക്കൊക്കെ കിഡ്നി പേഷ്യൻസിന് ഉണ്ടാകാവുന്ന ഒരു സിംറ്റം ആണ് കാലില് നീര്. അവർക്കൊക്കെ നിങ്ങൾക്ക് നീരുണ്ടായതല്ലേ? നീരുണ്ടായിരുന്നു, അതിന് കുറവുണ്ട്. വാർഡ് അടിസ്ഥാനത്തിലൊക്കെ ഡയാലിസിസ് സെന്ററുകളൊക്കെ വരേണ്ട കാലം ആയി തുടങ്ങിയെന്നാണ് ഇത്രയധികം കിഡ്നി പേഷ്യൻസിനെ നമ്മൾ കാണുമ്പോൾ തോന്നുന്നത്. എല്ലാ ആഴ്ചയിലും എനിക്ക് ഒത്തിരി അധികം കിഡ്നി പേഷ്യൻസ് വരാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇവരെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരൊക്കെ ഈ 4 പേരും ഡയാലിസിസ് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് വന്നതാണ്. ഡയാലിസിസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ ക്രിയാറ്റിൻ പ്രശ്നത്തിലുള്ളതാണ്. ഒരാൾ ഡയാലിസിസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്ക് റിവേഴ്സ് ആകാൻ കഴിയില്ല. പിന്നെ കിഡ്നി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം വന്നാൽ, ക്രിയാറ്റിൻ പ്രശ്നം വന്നാൽ റിവേഴ്സ് ആകൂല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ വരുന്ന ആളുകൾക്ക് കിട്ടുന്ന സമാധാനങ്ങൾ, ആ സമാധാനങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡയാലിസിസ് പറഞ്ഞാണോ? ഡയാലിസിസ് ചെയ്യാൻ മെഷീൻ വെക്കണം പറഞ്ഞു. എന്താണ് കാരണം? ശ്വാസം മുട്ടുണ്ടായിരുന്നോ? ശ്വാസം മുട്ട്, പിന്നെ എനിക്കൊരു കിലോമീറ്റർ നടക്കാൻ പറ്റൂല. അപ്പം കതപ്പ് വരും. ഓക്കെ. കയറ്റം കയറാൻ പറ്റൂല. ഓക്കെ. കാലിന് നീരുണ്ട്. ഓക്കെ. ഇവിടെ വന്നിട്ട് പിന്നെ കണ്ണിന് കാഴ്ച ഇപ്പം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കണ്ണിന് കാഴ്ച പോയി കിടക്കായിരുന്നോ? അപ്പം കണ്ണട വെച്ച ഞാൻ നടക്കല്. അപ്പം കണ്ണട വെച്ചില്ല, തിങ്കളാഴ്ച മുതൽ കണ്ണട വെച്ചില്ല. ഓക്കെ. കുറച്ച് കുറവുണ്ട്. കല്ല നീരിന് കുറവുണ്ട്. കിടപ്പിനോ? കതപ്പും കുറവുണ്ട്. എന്തോരം കുറവുണ്ട്? അതായത് മേലോട്ട് കയറിയിട്ടാ വന്നത്. സ്റ്റെപ്പ് കയറിയിട്ട് വന്നത്. എത്ര നില? 5 മേലേക്ക് വന്നത്. 5 നില സ്റ്റെപ്പ് കയറിയാ പറഞ്ഞത്. 4 നിലയാണ് കേട്ടാ. അപ്പൊ ഇത് 4 നില ഉള്ളൂ. കണ്ണിന് കാഴ്ച കൂടിയിട്ടുണ്ട്. അത് എത്ര നാളായിട്ട് കണ്ണിന്റെ കാഴ്ച പോയത്? കണ്ണിന് കാഴ്ച ഇപ്പോൾ 6 മാസം ഞാൻ കണ്ണട വെക്കുന്നു. ഓക്കെ. ആ കണ്ണട പോക്കണില്ല? പോക്കറ്റിൽ വെച്ച്. ഓക്കെ. ഒരു ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു കാലിനൊരു ഭാരമായൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്നപ്പോൾ മാറി. പിന്നെ കയറാനൊക്കെ കഴിയുന്നുണ്ട്, കിതപ്പില്ല. നീര് സാധാരണ കിതപ്പുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഓര് പറഞ്ഞത് മെഷീൻ വെക്കേണ്ടി വരും, ഇനി ഓവറായാൽ ഡയാലിസിസ് വാങ്ങേണ്ടി വരും. മെഷീൻ വെക്കാൻ പറയുന്നത് ശാരീരികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടാ? ഒന്നും ഉണ്ടായിട്ടില്ല. ശാരീരികമായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കാലില് വേദന മാത്രമേ ഉള്ളൂ. വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ആ വേദന ഇവിടെ വന്നപ്പോൾ മാറിയിട്ടുണ്ട്. പിന്നെ ചൊറിച്ചിലുണ്ടായിരുന്നു. ഇവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയായിരുന്നു. എന്നാലും സാറ് ആ സൂചിച്ചത് ഇവിടെ അതും പോയി. പിന്നെ ചൊറിഞ്ഞ് ലേശൊരു അസ്വസ്ഥത. അപ്പോൾ നല്ലൊരു സുഖം കാലിലുണ്ട്. 4 നില കയറി വരുന്നുണ്ട്. പിന്നെ രാവിലെ കുറച്ച് നടക്കും, അപ്പം ഒന്നും കുഴപ്പമില്ല. അത് ഒരു നല്ലൊരു ആശ്വാസം, ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് ശരീരത്തിൽ. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് 4-5 ദിവസം കൊണ്ട് കാലിലെ നീര് പോയി, കിതപ്പ് പോയി എന്നാ പറയാം. സാധാരണ കിഡ്നി പേഷ്യൻസിന് ഉണ്ടാകാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സ്റ്റെപ്പ് കയറുമ്പോൾ, കയറ്റം കയറുമ്പോൾ കിതപ്പ് വരിക, കാലിൽ നീര് വരിക. അതിനുശേഷം ഛർദിൽ വരിക. ഛർദിൽ ഓക്കാനം, ഭക്ഷണം കണ്ടാൽ അപ്പം തന്നെ ഓക്കാനിക്കുക. അങ്ങനെ ഓക്കാനം വന്നു കഴിഞ്ഞാൽ പിന്നീട് ഡയാലിസിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് പൊതുവിൽ വരാറ്. അപ്പൊ ആ അവസ്ഥയിലുള്ള ആളുകൾക്ക് പൊതുവിലുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകൾക്ക് മാറ്റമുണ്ടോ? മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്. എന്താ നല്ല മാറ്റം? ക്ഷീണത്തിന് മാറ്റമുണ്ട്. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ നീരിന് കുറവുണ്ട്. പിന്നെ കാലുവേദന മാറ്റമുണ്ട്. അതൊക്കെ എല്ലാം മാറ്റമുണ്ട്. മാറ്റം തന്നെയാണ്. നിങ്ങൾക്ക് വേറെ എന്തായിരുന്നു മാറ്റം? കാലിൽ നീരല്ലാതെ? നീരല്ലാതെ പിന്നെ വയറ്റിൻ്റെ ഉള്ളിൽ കുറവുണ്ടായി. പിന്നെ ഛർദി വരാനും അതൊക്കെ കുറവുണ്ട്, മാറിയിരിക്കണം. എല്ലാ പ്രശ്നങ്ങളും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം. കിഡ്നിയിൽ 2 കിഡ്നിയും കല്ല്, ശ്വാസം മുട്ട്, കാലിൻ്റെ മുട്ടിന് വേദന, നടുവേദന, അങ്ങനെയുള്ള പ്രശ്നം. കിതപ്പ്, നടക്കാൻ പറ്റിയിരുന്നില്ല. കാലിലെ കണ്ണിക്ക് നീര്, അതൊക്കെ ഇവിടെ വന്നപ്പോൾ ഒരുവിധം എനിക്ക് മാറ്റം തന്നെ. എത്ര ദിവസം കൊണ്ട്? ഇപ്പൊ 1 ആഴ്ച ആയിട്ടുള്ളൂ. എന്നെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് കൊണ്ടുവന്നത് വീൽ ചെയറിൽ നിന്നാണ് കൊണ്ടുവന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഹൈ ഹൈ. പിന്നെ ഇവിടെ വന്ന ശേഷം ഗീത പ്രദീപ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് എന്നെ അവിടെ കൊണ്ടുവന്ന് പിടിച്ച് നടത്തിക്കൊണ്ട് പോയതും ബാത്റൂമിൽ കൊണ്ട്. എനിക്ക് തീരെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ സ്റ്റെപ്പ് കയറുന്നു. ഒരു നില കയറിയിട്ടുള്ളൂ, മൂന്നാമത്തെ നിലയിൽ നിന്ന് നാലാമത്തേട്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ വൈകുന്നേരം തിരിച്ചൊറ്റയ്ക്ക് ഇറങ്ങി പോവുകയും ചെയ്തു മൂന്നാമത്തെ നിലയിൽ. വീൽ ചെയറിൽ വന്നതാണ്. ഇപ്പോ
നടക്കാൻ പറ്റുന്നുണ്ട്. ഇടങ്ങേറ് ഉള്ള ആളുകൾക്ക്, ശരീരത്തിന് പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ആശ്വാസമാകുന്നുണ്ടെങ്കിൽ അത് ചെറുതല്ലല്ലോ, അത് കിഡ്നി പേഷ്യൻസിനല്ലേ, റിവേഴ്സ് ആകൂല എന്ന് പറയുന്ന കേസല്ലേ. ഇനി ഒരാൾക്കാണെങ്കിൽ അത്ഭുതമാണെന്ന് വെക്കാം, അല്ലെങ്കിൽ ചക്ക വീണ് മുയലെത്തതാണെന്ന് വെക്കാം. ഒരാൾക്കല്ലല്ലോ, വന്ന ആളുകൾക്കൊക്കെ റിസൾട്ട് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ 5 ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ടാണ്. 5 ദിവസം കൊണ്ട് സമാധാനം കിട്ടിയാൽ ബാക്കിയുള്ളത് ഇനി ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഇനി പിന്നെയും ഡയാലിസിസ് ചെയ്യേണ്ടി വന്നാൽ പോലും 1 മാസത്തേക്ക് ഡയാലിസിസ് നീട്ടി വെച്ചാൽ അത് തന്നെ ലാഭമല്ലേ. ആ ഒരു സിസ്റ്റമെങ്കിലും ഇവിടെ പ്രതികരിക്കാൻ വരുന്ന ചില ആളുകൾക്ക് ആ ഒരു മെസ്സേജ് നല്ലതാണ്. സമാധാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ നിർബന്ധമാണ്. എന്തിനു വേണ്ടിയിട്ട്? സമാധാനം കിട്ടാൻ. ജീവിക്കുമ്പോൾ റിസൾട്ട് അല്ലല്ലോ ആവശ്യം, ടെസ്റ്റ് റിസൾട്ട് അല്ല ആവശ്യം, ഈ പറയുന്ന റിസൾട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ കിഡ്നി പേഷ്യൻസിന് ഉണ്ടാകുന്ന പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്, അതിൻ്റെ അപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അതിൽ നിന്ന് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ ഡയാലിസിൽ നിന്ന് ഒഴിവായി 1 മാസമോ 6 മാസമോ 1 വർഷമോ ഇനി 10 വർഷമോ ഡയാലിസിസ് ഇല്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതാണ് ലാഭം. മരുന്നില്ലാത്തതാണ്, സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, വരൂ.